കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. മുൻകാലങ്ങളിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എങ്കിലിപ്പോൾ പരസ്യ തമ്മിലടി കുറവാണ് എന്ന് മാത്രം. എന്നാൽ ഒരു വശത്ത് മുറുമുറുപ്പിന് കുറവില്ല താനും. KPCC പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നുവെന്നാണ് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ. ഇന്നലെ MP-മാരിൽ ചിലർ അടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന തീരുമാനത്തിലെ അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടിയാലോചന ഇല്ലാതെ UDF കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം. KC വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട്. അതേസമയം ഇത്തരം പരാതികളൊന്നും ഗൗനിക്കാതെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യം. പുതിയതായി നിയമിതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം. വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരാം.